ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ കുറേ പേരുടെ ബാങ്ക് അക്കൗണ്ട് ഇപ്പോൾ ഫ്രീസ് ആവുന്നുണ്ട്, P2P ട്രാൻസാക്ഷൻ ബേസ്ഡ്. പിന്നെ കുറേ പേരുടെ അക്കൗണ്ട് അതല്ലാണ്ട് തന്നെ കുറേ അക്കൗണ്ട് ഫ്രീസ് ആവുന്നുണ്ട്. മെജോറിറ്റി അക്കൗണ്ടും ഫെഡറൽ ബാങ്ക് തന്നെയാണ് ഇപ്പോഴും ഫ്രീസ് ആവുന്നത്. നമുക്ക് എത്ര കമന്റ്സ് വരുന്നത് അറിയാം. ഞാൻ ഇതിന് മുമ്പേ കുറേ ഇതിൻ്റെ നമ്മുടെ അക്കൗണ്ട് ഫ്രീസിന്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. നമ്മുടെ മെയിൻ ചാനലിൽ രണ്ടാമത്തെ ചാനൽ ഇട്ടിട്ടുണ്ട്. അതിന്റെ താഴെ ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അറിയാം എത്ര പേരാണ് നമുക്ക് കമന്റ് ചെയ്തേക്കുന്നത്. അതും മെജോറിറ്റി ബാങ്ക് ഫെഡറൽ ബാങ്ക് തന്നെയാണ്. ഇതിൽ കുറേ ഉടായ്പ ഉണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ കേരള ഹൈക്കോർട്ട് ഇപ്പോൾ ഇതിനെതിരെ ഒരു സംഭവങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ബാങ്കുകൾക്ക് നമ്മുടെ അക്കൗണ്ട് ഫുള്ളി ഫ്രീസ് ആക്കാനുള്ള ഒരു അധികാരവും ഇല്ല. അവർക്ക് വേണമെങ്കിൽ നമുക്ക് ഏത് ട്രാൻസാക്ഷൻ അവർക്ക് ഡൗട്ട് വന്നാൽ അത് വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാം. അല്ലാണ്ട് ഫുള്ളി അക്കൗണ്ട് ഫ്രീസ് ചെയ്യാനുള്ള ഒരു നിയമവും ഇല്ല. ശരിക്കും നിങ്ങളുടെ ഇപ്പോൾ കുറേ ബാങ്ക് അക്കൗണ്ട്, പ്രത്യേകിച്ച് ഫെഡറൽ ബാങ്കിന്റെ അക്കൗണ്ടൊക്കെ ഫുള്ളി ഫ്രീസ് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും അക്കൗണ്ട് ഇതുപോലെ ഫ്രീസ് ആയിട്ടുണ്ടെങ്കിൽ, ഫുള്ളി ഫ്രീസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഞാൻ ആ വീഡിയോന്റെ നമുക്ക് ആക്ച്വലി ഇതിന്റെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് അവൈലബിൾ അല്ല. പക്ഷേ മനോരമ ന്യൂസിലും അവരുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ ഇതിന്റെ ഒരു സംഭവങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു ലിങ്ക് ഞാൻ വേണമെങ്കിൽ താഴെ കൊടുക്കാൻ, നമ്മുടെ മുമ്പത്തെ വീഡിയോസിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. എന്ന് വെച്ചാൽ അത് കാണിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ബാങ്കുകളൊക്കെ മെയിൽ ചെയ്യാനോ സംഭവങ്ങളൊക്കെ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫുൾ അക്കൗണ്ട് ഫ്രീസ് ആയിട്ടുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ ഇത് മെയിൻ പ്രോബ്ലം ആണ്. ഇപ്പോൾ കുറേ ഇപ്പോൾ റീസെന്റ് തന്നെ ഇന്നലെ ഞങ്ങൾക്ക് അവരുടെ ആളുടെ മെയിൻ സാലറി അക്കൗണ്ടാണ് ഫ്രീസ് ആയിരിക്കുന്നത്. അത് ആള് പറയുന്നത് അവള് P2P ട്രാൻസാക്ഷൻ അങ്ങനെ സംഭവം ചെയ്തിട്ടില്ല. അവര് പറയുന്നത് ബോംബെ എന്നൊരു ട്രാൻസാക്ഷൻ വന്നിട്ടുണ്ട്. ഇത് ബാങ്കുകളും കറക്റ്റായിട്ട് റിപ്ലൈ സംഭവം ഒന്നും കൊടുക്കുന്നില്ല. ഒരേ സ്റ്റേറ്റിലത്തെ സൈബർ ക്രൈമിന്റെ സൈഡിൽ നിന്ന് ഇനീഷ്യേഷൻ വന്നു, അതുകൊണ്ട് ഫ്രീസ് ആക്കി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവര് ഇതിന്റെ ഇടയിൽ കുറെ ഉടായ്പ പരിപാടികൾ നടക്കുന്നുണ്ട്. അത് ശരിക്കും എല്ലാവരും കൂടിയിട്ട് RBIയിൽ കംപ്ലൈന്റ് ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. എന്ന് വെച്ചാൽ ഇത് ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യുന്നുണ്ട്. എവിടെയാണ് ഉടായ്പ നടക്കുന്നത് അവിടെയൊക്കെ നമ്മുടെ ഈ സംഭവങ്ങൾ ഉണ്ടായിരിക്കും. ഇത് ഇപ്പൊ നിങ്ങൾക്കറിയായിരിക്കും, അല്ലാണ്ട് തന്നെ സൈബർ വേൾഡിൽ ഇഷ്ടം പോലെ ഉടായ്പ നടക്കുന്നുണ്ട്. ഇത് ഒഫീഷ്യൽ സൈഡിൽ നിന്ന് വരെ ഉടായ്പ എന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെ ആൾക്കാരെ ചൂഷണം ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരാണ് കുറെ പേര്. ഇപ്പൊ ഇപ്പൊ ഞാൻ തന്നെ ഇത് മനോരമ ന്യൂസിലോ മാതൃഭൂമിയിലോ ഇതിലാണ്ടാണ് ഇപ്പൊ അന്ന് കുറെ കാലം നമുക്കിപ്പോ കുറെ പേരുടെ അടുപ്പിച്ച് ഫ്രീസ് ആവുന്ന പരിപാടി ഉണ്ടെന്നില്ല. അതിനെതിരെ ഇവര് എന്തോ ഒരു കേസല്ല, അവർ ആക്ച്വലി അതിന്റെ പിന്നാലെ പോയിട്ട് അവര് കണ്ടുപിടിച്ചത് ഈ ഏത് സൈബർ ക്രൈം റിപ്പോർട്ടാണ് അവിടുന്ന് ഫ്രീസിങ് റിക്വസ്റ്റ് വരുന്നത്, അവിടുന്ന് ഇവര് കാശ് ചോദിക്കാന്ന് പറയുന്നത്. അപ്പൊ ഒരു ഉടായ്പ പരിപാടിയാണ്. ഇപ്പൊ കാശ് വെച്ചിട്ട് ഇത് അൺഫ്രീസ് തരാനാണ് വേണ്ടത്. അപ്പൊ ഇത് നിറച്ച് ഉടായ്പന്റെ സംഭവങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സാധനം ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇവരുടെ മെയിൻ കസ്റ്റമർ കെയറിന്റെ സംഭവങ്ങളൊക്കെ കോൺടാക്ട് ചെയ്തിട്ട് സംഭവങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. പ്രത്യേകിച്ച് മെയിൻ അക്കൗണ്ട് ഫുൾ ഫ്രീസ് ആയിട്ടുണ്ടെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് RBI സൈഡിൽ നിന്ന് കംപ്ലൈന്റ് ചെയ്യട്ടെ. അപ്പൊ RBI കംപ്ലൈന്റ് ചെയ്യാനുള്ള ലിങ്ക് സംഭവമൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്യാൻ മറക്കണ്ടെന്ന് വെച്ചാൽ ഇത് ഇഷ്ടം ആൾക്കാരുടെ ഫ്രീസ് ആവുന്നുണ്ട്. അപ്പൊ ഇത് ബൾക്കായിട്ട് ഇതുപോലെ RBI സൈഡിൽ എനിക്ക് കംപ്ലൈന്റ് പോയി കഴിഞ്ഞാലോ ആണ് എന്തെങ്കിലുമൊക്കെ നടക്കുള്ളൂ. അപ്പോൾ അത് ആരങ്ങളുടെ ഒക്കെ ഇപ്പൊ റീസെന്റ് ഇപ്പൊ ഫ്രീസ് ആയിട്ടുണ്ട്. P2P ട്രാൻസാക്ഷൻ അല്ലാണ്ട് ആരുടെയൊക്കെ അക്കൗണ്ട് ഫ്രീസ് ആയിട്ടുണ്ടെന്ന് അവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യാട്ടാ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വേണ്ടി പോയി നമ്മുടെ 2 ചാനൽ മാത്രമേ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ. എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമന്റ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അടുത്ത വീഡിയോ കാണാം. ബൈ.